അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ, സെൻട്രിപീറ്റൽ ഫോഴ്സ്. The next heading that we have to speak about is centripetal force. പറയട്ടെ. അതിന് താഴെ എഴുതിക്കോളൂ, സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നതിന്റെ താഴെ എഴുതിക്കോളൂ. For a substance executing circular motion, for a substance executing circular motion, there should be a force directed towards the center. For a substance executing circular motion, there should be a force directed towards the center. It is called centripetal force. For a substance executing circular motion, there should be a force directed towards the center. It is called centripetal force. എഴുതിയില്ലേ? Yes, sir. അപ്പോൾ സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ ബ്രാക്കറ്റില് എഫ് സഫിക്സ് സി എന്ന് എഴുതിക്കോളൂ. ഇങ്ങനെയാണ് നമ്മൾ സെൻട്രിപീറ്റൽ ഫോഴ്സിനെ ഡിനോട്ട് ചെയ്യുക. സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ആണ്. സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. ക്ലിയർ? Yes, sir. സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ആണ്. ഇനി ഈ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് പരിചയമുണ്ട് ഇല്ലേ? അതിന് വി സ്ക്വയർ ബൈ ആർ, ആർ ഒമേഗ സ്ക്വയർ, ആർ ഇൻറ്റു 4π സ്ക്വയർ ബൈ ടി സ്ക്വയർ, ആർ ഇൻറ്റു 4π സ്ക്വയർ ന്യൂ സ്ക്വയർ, അങ്ങനെയൊക്കെ റിലേഷൻ ഇല്ലേ? ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ എക്സ്പ്രഷൻസ് നമുക്ക് എങ്ങനെ എഴുതാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാസ് ഇൻറ്റു സെൻട്രിപീറ്റൽ ആക്സിലേഷന് പകരം വി സ്ക്വയർ ബൈ ആർ, അതേപോലെ മാസ് ഇൻറ്റു സെൻട്രിപീറ്റൽ ആക്സിലേഷന് പകരം ആർ ഒമേഗ സ്ക്വയർ, മാസ് ഇൻറ്റു ആക്സിലറേഷന് പകരം ആർ ഇൻറ്റു 4π സ്ക്വയർ ബൈ ടി സ്ക്വയർ, അതേപോലെ എം ഇൻറ്റു ആർ ഇൻറ്റു 4π സ്ക്വയർ ന്യൂ സ്ക്വയർ, ഇങ്ങനെയൊക്കെ എഴുതിക്കൂടെ? ദീസ് ആർ ഓൾ എക്സ്പ്രഷൻസ് ഫോർ എന്ത്? സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. ക്ലിയർ അല്ലേ? Yes or no, students? Yes. ഇതെല്ലാം നമ്മളുടെ സെൻട്രിപീറ്റൽ ആക്സിലറേഷനുള്ള ഡിഫറെന്റ് ഫോർമുലാസ് എഴുതിയില്ലേ? അല്ല, സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ അല്ല, സെൻട്രിപീറ്റൽ ഫോഴ്സിനുള്ള ഡിഫറെന്റ് ഫോർമുലാസ്. ക്ലിയർ? Yes, sir. അപ്പോൾ ഇതാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. ഇനി നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, ഒരു സബ്സ്റ്റൻസ് സർക്കുലാർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഫോഴ്സ് ആവശ്യമുണ്ടോ? അപ്പൊ നമ്മൾ പറയണം, ഒരു സബ്സ്റ്റൻസ് സർക്കുലാർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യണേ നിർബന്ധമായിട്ടും അതിന് സെൻട്രലിലോട്ട് ഒരു ഫോഴ്സ് വേണം. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കാം, അല്ലേ? സെൻട്രിപീറ്റൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്താ? അത് എം വി സ്ക്വയർ ബൈ ആർ. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ ഇതാണ്. സെൻട്രിപീറ്റൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനെ നമുക്ക് എന്ത് പറയാം? എം വി സ്ക്വയർ ബൈ ആർ, അല്ലെങ്കിൽ മാസ് ഇൻറ്റു സെൻട്രിപീറ്റൽ ആക്സിലേഷൻ ആണ്. ക്ലിയർ ആണോ? യെസ്. നിങ്ങള് ഒരു കയറിന്റെ മുകളിൽ ഒരു കല്ല് കെട്ടിയിട്ട് നമുക്ക് ആ കയറിനെ അങ്ങനെ കറക്കണം വെച്ചോ. കയറിന്റെ മുകളിൽ ഒരു കല്ല് കെട്ടിയിട്ട് ആ കയറിനെ അങ്ങനെ കറക്കണമെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഫോഴ്സ് വേണം? സെൻട്രിപീറ്റൽ ഫോഴ്സ് വേണം. അതായത് നമ്മൾ ആ കയറിന്റെ നടുവിൽ ശക്തിയിൽ പിടിച്ചു വെക്കുകയാണെങ്കിൽ മാത്രമല്ല അത് കറങ്ങുള്ളൂ, അല്ലേ? കയറിനെ അങ്ങോട്ട് റിലീസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് കറങ്ങൂലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, നമ്മൾ കയറിനെ പിടിച്ചു വെക്കുമ്പോൾ നമ്മൾ കയർ എന്ത് ചെയ്യുന്നുണ്ട്? എപ്പോഴും അതിനെ സെൻട്രലിലോട്ട് പിടിച്ചു വലിക്കുന്നുണ്ട്. സബ്സ്റ്റൻസ് പുറത്തേക്ക് നീങ്ങാനാണ് നോക്കുന്നതെങ്കിലും കയർ എപ്പോഴും അതിനെ സെൻട്രലിലോട്ട് പിടിച്ചു വലിക്കുന്നുണ്ട്. അതാണ് അതിനെ കറക്കുന്നത്. ഇനി
ഒരു ഭൂമി, നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? റെസ്റ്റിലാണോ അതോ മോഷനിലാണോ? മോഷനിൽ. മോഷനിൽ. എർത്ത് ഇസ് റിവോൾവിംഗ് അറൌണ്ട് അവർ സൺ. എന്തുകൊണ്ട്? സർക്കുലർ മോഷൻ ആണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്. ആരാ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്? സൺ. എർത്തും സണ്ണും തമ്മിലുള്ള എന്ത് ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് മാറുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. യെസ് എർത്തും സണ്ണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് മാറുന്നത്. ഇലക്ട്രോണ് നമ്മളുടെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നുണ്ടോ? ഇലക്ട്രോണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നുണ്ടോ? അവിടെ അത് കറങ്ങണമെങ്കിൽ എന്ത് ഫോഴ്സ് വേണം? സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരാ കൊടുക്കുന്നത്? ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോൺ എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജ്. അപ്പോ ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസും നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണും തമ്മിലുള്ള ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയി മാറുന്നത്, അല്ലെ? ഏതൊരു സാധനം കറങ്ങണമെങ്കിലും എന്ത് ഫോഴ്സ് വേണം? സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇനി അതിന് താഴെ അടുത്തൊരു ഹെഡിങ് എഴുതിക്കോളൂ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. റൈറ്റ് ദ നെക്സ്റ്റ് ഹെഡിങ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. എഴുതിയോ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. 1 second students. ഓക്കെ സ്റ്റുഡൻസ്, അപ്പം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഹെഡിങ് എഴുതിയില്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നുള്ളത് അറിയണം. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്, നിങ്ങളൊരു കാര്യം ഒരു നനഞ്ഞ ടവല്, ഒരു വെറ്റായിട്ടുള്ള ടവൽ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ കറക്കുകയാണെങ്കിൽ ആ ടവലിലുള്ള വാട്ടർ പുറത്തേക്കാണോ ഉള്ളിലേക്കാണോ തെറിച്ചു പോവാ? പുറത്തേക്ക് തെറിക്കും, അല്ലെ? നിങ്ങളുടെ ഫാനിന്റെ മുകളില് നിങ്ങൾ ഒരു ചോക്ക് പീസ് വെച്ചു. ഫാനിന്റെ മുകളിൽ ഒരു ചോക്ക് പീസ് വെച്ചിട്ട് ഫാൻ ഓൺ ആക്കി. അങ്ങനെയാണ് ആ ചോക്ക് പീസ് ഫാനിന്റെ മുകളിൽ തന്നെ നിൽക്കുവോ, അതോ ഉള്ളിലേക്ക് തെറിച്ചു പോവോ, അതോ പുറത്തേക്ക് തെറിച്ചു പോവോ? പുറത്തേക്ക് തെറിച്ചു. അപ്പം അത് എന്തുകൊണ്ടാണ്? അല്ലെ, ഒരു വാഷിംഗ് മെഷീന്റെ ഡ്രയറിലൊക്കെ കുറെ ഹോൾസ് ഉണ്ടാവും, അല്ലെ? കണ്ടിട്ടില്ലേ? അത് അതിൻ്റെ ഉള്ളിൽ തുണി ഇട്ടിട്ട് ആ ഡ്രയറിന്റെ ഉള്ളിലുള്ള തുണീനെ വളരെ സ്പീഡിൽ അത് കറക്കുകയാണ് ചെയ്യുക. കറക്കിയിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അതിലുള്ള വെള്ളം, ഒരുവിധം വെള്ളമൊക്കെ പുറത്തേക്ക് തെറിച്ചു ഉണ്ടാവും, അല്ലെ? ആ ഹോളിനുള്ളിൽ കൂടെ. ഇതൊക്കെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സിനോണ്ടാണ്. കറങ്ങാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. കറങ്ങാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സ് ആണ് സെൻട്രിപീറ്റൽ ഫോഴ്സ്, അല്ലെ? For a substance to execute circular motion, it requires a force which is called as centripetal force. കറങ്ങുന്ന സബ്സ്റ്റൻസിന്റെ മുകളിലുള്ള പാർട്ടിക്കിൾസിന്റെ മേലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഒരു കറങ്ങുന്ന വസ്തുവിന്റെ മുകളിലുള്ള പാർട്ടിക്കിൾസിന്റെ മേലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത് ഫോഴ്സ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എവേ ഫ്രം ദ സെന്റർ ആയിരിക്കും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എങ്ങോട്ടാണ്?
ടുവേർഡ്സ് ദ സെന്റർ ആണോ അവേ ഫ്രം ദ സെന്റർ ആണോ? away from the അവേ ഫ്രം ദ സെന്റർ. കറങ്ങാൻ ആവശ്യമുള്ള ഫോഴ്സ് ആണോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്? no sir. അല്ല. കറങ്ങുന്ന സബ്സ്റ്റൻസിന്റെ മേലെ മാത്രമേ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവുള്ളൂ. കറങ്ങുന്ന സബ്സ്റ്റൻസിന്റെ മുകളിലുള്ള പാർട്ടിക്കിൾസിന്റെ മേലെ ഒരു അവേ ഫ്രം ദ സെന്റർ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിനെയാണ് എന്ത് വിളിക്കുക? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പൊ എഴുതിക്കോളൂ. ഫോർ ദ പാർട്ടിക്കിൾസ് ഇൻസൈഡ് എ സബ്സ്റ്റൻസ്, for the particles inside a substance executing uniform circular motion, for the particles inside a substance executing uniform circular motion, for the particles inside a substance executing uniform circular motion, there will be a force which is directed. There will be a force which is directed away from the center. There will be a force which is directed away from the center. എഴുതിയോ കുട്ടികളെ? This force is called centrifugal force. This force is called എന്ത് force? Centrifugal force. Expression for centripetal force is numerically equal to centrifugal force. നമ്മുടെ mathematical expression for centripetal force and centrifugal force രണ്ടും എന്താണ്? mv²/r തന്നെയാണ് കേട്ടോ. സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെയും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെയും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ്? mv²/r. സെൻട്രിപീറ്റൽ ഫോഴ്സ് ടുവേർഡ്സ് സെന്റർ ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? away from the center. കറങ്ങുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വരുള്ളൂ. അതും ക്ലിയർ അല്ലേ? Yes sir. അങ്ങനെയാണെങ്കിൽ സെൻട്രിപീറ്റൽ ഫോഴ്സ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എഴുതി. ഇത്രയാണ് നമ്മൾ എവിടെ പഠിക്കേണ്ടത്? നമ്മളുടെ ചാപ്റ്റർ മോഷൻ ഇൻ 2 ഡയമെൻഷനിൽ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, മോഷൻ ഇൻ 2 ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ക്വിക്ക് ആയിട്ടുള്ള മൈൻഡ് മാപ്പ് റിവിഷനിലൂടെ കടന്നു പോകാം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഐ എം ഗോയിങ് ടു ഷെയർ യു എ സ്ക്രീൻ. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്ത സ്ക്രീൻ കാണുന്നുണ്ടോ? Yes sir. യെസ്. നമ്മളുടെ മൈൻഡ് മാപ്പ് റിവിഷനിലേക്ക് പോവുകയാണ്. നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ ചെയ്യാറ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മോഷൻ ഇൻ 2 ഡയമെൻഷന്റെ മൈൻഡ് മാപ്പ് റിവിഷൻ, മോഷൻ ഇൻ 2 ഡയമെൻഷന്റെ മൈൻഡ് മാപ്പ് റിവിഷന് വേണ്ടിയിട്ട് യു കുഡ് സീ ദ മൈൻഡ് മാപ്പ്. അതില് നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൽ പഠിച്ചത് വെക്ടേഴ്സിനെ പറ്റിയിട്ടാണ് അല്ലേ? ആണോ? Yes sir. യെസ്. സോ വെക്ടേഴ്സ് are denoted by an arrow. ഒരു ആരോയുടെ രൂപത്തിലാണ് വെക്ടറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? In which length of the arrow will give the magnitude and direction of the arrow will give the direction of vector. Haven't we learned that? പഠിച്ചിട്ടില്ലേ? Yes sir. ഉണ്ട്. ഇനി ഒരു വെക്ടറിനെ നമ്മൾ റെക്ടാങ്കുലർ ഫോമിൽ ഡിനോട്ട് ചെയ്യാം. എങ്ങനെയാണ് ഒരു വെക്ടറിനെ റെക്ടാങ്കുലർ ഫോമിൽ ഡിനോട്ട് ചെയ്യുക? അതായത് അതിന്റെ യൂണിറ്റ് വെക്ടറിന്റെ ടേംസിൽ. അതിനു മുന്നേ എന്താണ് യൂണിറ്റ് വെക്ടർ? യൂണിറ്റ് വെക്ടർ ഓഫ് എ വെക്ടർ ഇസ് എ വെക്ടർ വിച്ച് ഇസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ബട്ട് വിത്ത് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ്. അല്ലെ? എ എന്ന് പറയുന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ എയുടെ അതേ ഡയറക്ഷനിൽ പക്ഷേ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടർ. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ. പഠിച്ചിട്ടില്ലേ? വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ. Haven't we learned this? Yes sir. Yes.
യൂണിറ്റ് വെക്ടേഴ്സ് ഇൻ എക്സ് ഡയറക്ഷൻ ഇസ് കോൾഡ് ആസ് എന്ത്? AX I cap. അതായത് ഐ ക്യാപ്. എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ ഐ ക്യാപ്പ്, വൈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ ജെ ക്യാപ്പ്, സെഡ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ എന്ത് വിളിക്കും? പിന്നെ റെക്ടാങ്കുലർ ഫോമില് ഒരു വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു വെക്ടറിനെ റെക്ടാങ്കുലർ ഫോമിൽ ഡിനോട്ട് ചെയ്യുന്നത് എ ഇസ് ഈക്വൽ ടു എന്ത്? AX I cap പ്ലസ് AY J cap പ്ലസ് AZ K cap. ഓർക്കുന്നില്ലേ? Yes, sir. അതില് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ഇൻ എക്സ്, വൈ ആൻഡ് സെഡ് ഡയറക്ഷൻ. അതേപോലെ ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ഓഫ് AX സ്ക്വയർ പ്ലസ് AY സ്ക്വയർ പ്ലസ് AZ സ്ക്വയർ പഠിച്ചിട്ടില്ലേ? യെസ്. ഇനി പൊസിഷൻ വെക്ടർ എന്ന് പറയുന്ന ഒരു വെക്ടറിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു വെക്ടറിന്റെ പൊസിഷനെ സൂചിപ്പിക്കുന്ന വെക്ടറിനെയാണ് പൊസിഷൻ വെക്ടർ. ഒറിജിനിൽ നിന്ന് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്ടറിനെയാണ് പൊസിഷൻ വെക്ടർ എന്ന് വിളിക്കുക, അല്ലെ? ആണോ? A vector drawn from origin to a particular point which is called as position vector. പഠിച്ചിട്ടില്ലേ? Yes. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത് ഒരു വെക്ടറിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ സൂചിപ്പിക്കുന്ന വെക്ടർ. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ വരയ്ക്കുക ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക്, വരയ്ക്കുന്നത് ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക്. കണ്ടുപിടിക്കുന്ന ഫോർമുല ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. ക്ലിയർ? പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ എഡിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ അല്ലേ? രണ്ട് വെക്ടേഴ്സ് എ ബി ഇങ്ങനെ ഉണ്ട്. എയും ബി ആണോ പിയും ക്യൂ ആണോ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചത്? എനിക്ക് ഓർമ്മയില്ല. പിയും ക്യൂ ആണോ പഠിപ്പിച്ചത്? ആയിക്കോട്ടെ. അപ്പൊ രണ്ട് വെക്ടർ പിയും ക്യൂ ആണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ റിസൾട്ടന്റ് ഈ രണ്ടിന്റെ കൂടി സമ്മിന്റെ ഫോർമുല ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. പഠിച്ചിട്ടില്ലേ? എയും ബി ആണ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. പിയും ക്യൂ ആണെങ്കിൽ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ക്ലിയർ അല്ലേ? അതേപോലെ റിസൾട്ടന്റും എയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇവിടെ ആൽഫയാണെങ്കിൽ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം പഠിച്ചിട്ടുണ്ടാവുക ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. പഠിച്ചിട്ടില്ലേ? യെസ്. അപ്പോൾ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് വി ആർ ഗെറ്റിംഗ് ദിസ് ഫോർമുല. ഇതൊക്കെ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ എഡിഷനിൽ നമ്മൾ പഠിച്ച ഫോർമുലാസ് അല്ലേ? പിന്നെ റെസല്യൂഷൻ ഓഫ് വെക്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു വെക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ കറസ്പോണ്ടിങ് എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും ആക്കി റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്തൂടെ? അതില് ആംഗിളിന് അടുത്തുള്ള കമ്പോണന്റ് എ കോസ് തീറ്റ കമ്പോണന്റ്, ആംഗിളിന് അടുത്തല്ലാത്ത കമ്പോണന്റ് എ സൈൻ തീറ്റ കമ്പോണന്റ്. പഠിച്ചിട്ടില്ലേ? Haven't we learned this? Yes. അപ്പോൾ ഇതും നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, if we are moving over to the next situation, the next situation is relative velocity. Relative velocity in 2 dimension. Relative velocity in 1 dimension നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? VAB is equal to VA minus VB. പഠിച്ചിട്ടില്ലേ? Yes, sir. 2 dimensional ആണെങ്കിൽ നിങ്ങൾ നോക്ക് ഈ ഡയഗ്രത്തില് VA കാണുന്നുണ്ടോ? VA. യെസ്. VB എന്ന് പറയുന്ന രണ്ടാമത്തെ വെക്ടർ കാണുന്നില്ലേ? VAയും VBയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ, ഒറ്റ മിനിറ്റ് കുട്ടികളെ, ഒറ്റ മിനിറ്റ്.
ഓക്കെ, അപ്പോൾ വി എ എന്ന് പറയുന്ന വെക്ടർ ഇങ്ങോട്ടും വി ബി എന്ന് പറയുന്ന വെക്ടർ ഇങ്ങോട്ടും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയും ആണെങ്കിൽ നമുക്ക് വി എ ബി എന്ന് പറയുന്നത് വി എ പ്ലസ് വി ബി ആണോ വി എ മൈനസ് വി ബി ആണോ? VA minus VB. വി എ മൈനസ് വി ബി. അപ്പൊ വി എയുടെ കൂടെ നമ്മൾ ആരെ ആഡ് ചെയ്യേണ്ടത്? മൈനസ് വി ബിനെയാണ് ആഡ് ചെയ്യേണ്ടത്. മൈനസ് വി ബിനെ ഞാൻ ഇപ്പൊ ഹൈലൈറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ടോ? Yes. അപ്പോൾ വി എനെയും മൈനസ് വി ബിനെയും പാരലലോഗ്രാം ലോ വെച്ച് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് വി എ ബി ദാ ഇങ്ങോട്ടല്ല കാണുക അല്ലേ? കാണില്ലേ? Yes, sir. അത് കണ്ടുപിടിക്കണേ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുല ദാ ഇതാണ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക? റിലേറ്റീവ് വെലോസിറ്റി ഇൻ 2 ഡയമെൻഷനിൽ നമ്മൾ യൂസ് ചെയ്യുക. ഇത് -2 വി എ വി ബി കോസ് തീറ്റ ആയത് എന്തുകൊണ്ടാണ് പറഞ്ഞാല് വി എയുടെ കൂടെ ആരെ ആഡ് ചെയ്യുന്നത്? വി ബിനെയാണോ മൈനസ് വി ബിനെയാണോ? Minus VB. മൈനസ് വി ബിനെ. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. നമ്മൾ റിലേറ്റീവ് വെലോസിറ്റിനെ 2 ഡയമെൻഷനിൽ യൂസ് ചെയ്യുന്നതും നമുക്ക് അറിയാം. ഞാൻ റെയിൻമാൻ പ്രോബ്ലം പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളെ? യെസ്, റെയിൻമാൻ പ്രോബ്ലത്തിലൊക്കെ റിലേറ്റീവ് വെലോസിറ്റി ഇൻ 2 ഡയമെൻഷന്റെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഉണ്ടോ? ഇല്ലേ? റെയിൻ ആൻഡ് റൺ സിറ്റുവേഷൻ അല്ലെ? ബൈക്കിൽ ഒരാൾ പോകുന്ന സമയത്ത് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ഇൻ 2 ഡയമെൻഷൻ യൂസ് ചെയ്തിട്ടില്ലേ? ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്ക് പറയേണ്ട സാധനം നിങ്ങൾ നോക്കിക്കോളൂ. പ്രൊജക്ടൈൽ മോഷൻ. ഹാവിൻ വി ലേൺഡ് അബൌട്ട് പ്രൊജക്ടൈൽ മോഷൻ? പഠിച്ചിട്ടില്ലേ? Yes, sir. യെസ്. ഇനി അതില് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലും ഉണ്ട്, പ്രൊജക്ടൈൽ ഫയർഡ് അറ്റ് ആൻ ആംഗിളും ഉണ്ട് അല്ലെ? 2 ടൈപ്പ് പ്രൊജക്ടൈൽ മോഷനെ പഠിച്ചിട്ടില്ലേ? ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ ആണെങ്കിൽ x is equal to ut, y is equal to half gt square. y-യും x-ഉം തമ്മിലുള്ള കണക്ഷൻ ആണെങ്കിൽ y is equal to g by 2u square x square. അതേപോലെ vx is equal to u, vy is equal to minus gt. ഇതൊക്കെ പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വെലോസിറ്റി അറ്റ് എ ടൈം ടി, ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ? ഉണ്ടോ കുട്ടികളെ? വെലോസിറ്റി അറ്റ് എ ടൈം ടിക്കുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മളുടെ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിൽ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? Yes or no? ഇല്ല. അതായത് ശ്രദ്ധിച്ചോ, ഇതാണ് വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ, ഇതാണ് വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നെറ്റ് വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ വി എക്സും വി വൈൻ്റെ കൂടി സമ്മ് പാരലലോഗ്രാം ലോ പ്രകാരം എങ്ങോട്ടായിരിക്കും? അത് പാരലലോഗ്രാം ലോ പ്രകാരമാണെങ്കിൽ വി ഇങ്ങോട്ടായിരിക്കും അല്ലേ? ആണോ? ആ വി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പാരലലോഗ്രാം ലോ പ്രകാരം റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ എന്ന് എഴുതിയാൽ പോരെ? കാരണം ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരലലോഗ്രാം ലോയിൽ. ഉണ്ടോ? അതില് വി എക്സ് എന്ന് പറയുന്നത് യു ആണ്. അപ്പൊ വി എക്സ് സ്ക്വയറിന് പകരം യു സ്ക്വയർ. വി വൈ എന്ന് പറയുന്നത് മൈനസ് ജി ടി അല്ലേ? ആണോ? അപ്പോൾ വി വൈ സ്ക്വയർ എന്ന് പറയുമ്പം ആ മൈനസ് ജി ടിയുടെ സ്ക്വയർ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആവും അല്ലെ? അതുകൊണ്ട് ജി ടി സ്ക്വയർ അല്ല ജി സ്ക്വയർ ടി സ്ക്വയർ. കാണുന്നുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെറ്റ് വെലോസിറ്റി അറ്റ് എ ടൈം ടിക്കുള്ള ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? കണ്ടുപിടിച്ച രീതി? ഇതും ഒന്ന് നോട്ട് ഡൗൺ ചെയ്തോളൂ. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റിന് നമ്മൾ റൂട്ട് ഓഫ് 2h/g എന്നുള്ള ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ?
യെസ്. Yes, sir. റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈലിന് u ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്, അല്ലെങ്കിൽ u ഇൻറ്റു റൂട്ട് ഓഫ് 2h/g ആണ്. ഇതും നിങ്ങൾ ഡിറൈവ് ചെയ്ത എക്സ്പ്രഷൻ ആണ് അല്ലേ? Yes. യെസ്. Yes, sir. അപ്പോൾ ഈ കാര്യങ്ങളും നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഏത് പ്രൊജക്ടൈലില്? വെർട്ടിക്കൽ എന്താണ്? പ്രൊജക്ടൈൽ ഫയർഡ് അറ്റ് ആൻ ആംഗിളിലാണോ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലാണോ? Horizontal projectile. Horizontal projectile. യെസ്. ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലില് ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി പ്രൊജക്ടൈൽ ഫയർഡ് അറ്റ് ആൻ ആംഗിൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് എന്ത്? പ്രൊജക്ടൈൽ ഫയർഡ് അറ്റ് ആൻ ആംഗിൾ അല്ലേ? നമ്മളെ സാധാരണ നമ്മൾ കാണുന്ന പ്രൊജക്ടൈൽ അറ്റ് ആൻ ആംഗിൾ ഫയർ ചെയ്യുന്ന സമയത്ത് അവിടെ x is equal to u cos theta t, y is equal to u sin theta t minus half gt square. y ഉം x ഉം തമ്മിലുള്ള കണക്ഷൻ y is equal to x tan theta minus g by 2 u square cos square theta into x square. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ? ആണോ? Yes, sir. Yes, sir. അങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 2u sin theta by g, മാക്സിമം ഹൈറ്റ് ഓഫ് ദ പ്രൊജക്ടൈൽ കണ്ടുപിടിക്കണേ u square sin square theta divided by 2g. റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് എന്താ? മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല u square sin 2 theta by g. ഇവിടെ ഞാൻ പ്രത്യേകം അപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പോഴും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യട്ടെ. റേഞ്ച് കണ്ടുപിടിക്കുന്ന സമയത്ത് അത് എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ ആണോ സൈൻ 2 തീറ്റ ആണോ? സൈൻ 2 തീറ്റ. നമ്മളുടെ ഹൈറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ ആണോ സൈൻ 2 തീറ്റ ആണോ? Sin square theta. സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? രണ്ടും രണ്ടല്ലേ? അല്ലേ കുട്ടികളെ? യെസ്. ഇനി ഏത് ആംഗിളിലാണ് മാക്സിമം റേഞ്ച് ഉണ്ടാവുക? 45 degree. 45 degree. 45 ഡിഗ്രിയിലാണ് മാക്സിമം റേഞ്ച് ഉണ്ടാവുക. ആ റേഞ്ച് എന്ന് പറയുന്നത് u square by g ആയിരിക്കും. ഏതൊക്കെ ആംഗിളിലാണ് സെയിം റേഞ്ച് ഉണ്ടാവുക? യെസ്, തീറ്റ ആംഗിളിലും 90 മൈനസ് തീറ്റ ആംഗിളിലും സെയിം റേഞ്ച് ആണ്. ഈ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ കുട്ടികളെ? യെസ്. ഇനി അടുത്തതായിട്ട് നമ്മളുടെ എന്താണ്? മോഷൻ ഇൻ 2 ഡയമെൻഷനിൽ യൂണിഫോം സർക്കുലാർ മോഷൻ അല്ലെ? യൂണിഫോം സർക്കുലാർ മോഷൻ ഓർക്കുന്നില്ലേ? യൂണിഫോം സർക്കുലാർ മോഷനിൽ നമ്മള് ആംഗുലാർ വെലോസിറ്റി, അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡി തീറ്റ ബൈ ഡി ടി അല്ലെങ്കിൽ തീറ്റ ബൈ ടി. പഠിച്ചിട്ടില്ലേ? തീറ്റ ബൈ ടി എന്ന് മാത്രമല്ല ഡി തീറ്റ ബൈ ഡി ടി എന്നും എഴുതാം. ഇതിൽ കൂടെ പഠിച്ചിട്ടില്ലേ മക്കളെ? യെസ്. അതേപോലെ ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള കണക്ഷൻ v is equal to r omega. v is equal to r omega. ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള കണക്ഷൻ അറിയില്ലേ? യെസ്. നമ്മള് ടൈം പീരീഡും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഒമേഗ ഈക്വൽ ടു 2π by t അല്ലെങ്കിൽ t is equal to 2π by omega. പഠിച്ചിട്ടില്ലേ? ആംഗുലാർ വെലോസിറ്റിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഒമേഗ ഈക്വൽ ടു 2π ന്യൂ. പഠിച്ചിട്ടില്ലേ? ഒമേഗ ഈക്വൽ ടു 2π ന്യൂ. അങ്ങനെ തന്നെ എഴുതിക്കൊണ്ട് കേട്ടോ. അതില് ഒമേഗ ഈക്വൽ ടു 2π ന്യൂ, ടി ഈസ് ഈക്വൽ ടു 2π by ഒമേഗ ഒക്കെ അറിയില്ലേ? അങ്ങനെയാണ് ഒമേഗ ഈക്വൽ ടു വേണേ 2π by t എന്ന് എഴുതാം. എഴുതിക്കൂടെ? പിന്നീട് ആംഗുലാർ ആക്സിലറേഷൻ പഠിച്ചിട്ടില്ലേ? ആംഗുലാർ ആക്സിലറേഷൻ ഉണ്ടോ കുട്ടികളെ? ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ പഠിച്ചിട്ടുണ്ടോ? യെസ്.
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റിയെയാണ് ആംഗുലാർ ആക്സിലറേഷൻ എന്ന് വിളിക്കുക. ആൽഫ ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി ആണ്. ആൽഫ ഇസ് ഈക്വൽ എന്താണ്? ഡി ഒമേഗ ബൈ ഡി ടി അല്ലെ, ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി. അപ്പൊ ഡി ഒമേഗ ബൈ ഡി ടി എന്നോ അല്ലെങ്കിൽ ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി എന്നൊക്കെ എഴുതാം നമുക്ക്. ആരെ? ആംഗുലാർ ആക്സിലറേഷന്. ലീനിയർ ആക്സിലറേഷൻ ആണോ ആംഗുലാർ ആക്സിലറേഷൻ ആണോ? ആംഗുലാർ ആംഗുലാർ ആക്സിലറേഷൻ. ഇനി ആംഗുലാർ ആക്സിലറേഷനും ലീനിയർ ആക്സിലറേഷനും തമ്മിലുള്ള ബന്ധം A ഈക്വൽ ടു ആർ ആൽഫയാണ്. ആംഗുലാർ ആക്സിലറേഷനും ലീനിയർ ആക്സിലറേഷനും തമ്മിലുള്ള ബന്ധം എന്താണ്? A ഈക്വൽ ടു ആർ ആൽഫ. ക്ലിയർ ആണോ? പിന്നീട് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നതിന് നമ്മൾ വി സ്ക്വയർ ബൈ ആർ, ആർ ഒമേഗ സ്ക്വയർ, ആർ ഇൻറ്റു 4π സ്ക്വയർ ബൈ ടി സ്ക്വയർ, ആർ ഇൻറ്റു 4π സ്ക്വയർ ന്യൂ സ്ക്വയർ ഒക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ആണ്. അതായത് എം വി സ്ക്വയർ ബൈ ആർ. പിന്നെ ബാക്കിയുള്ള എക്സ്പ്രഷൻ ഒക്കെ അറിയാം, പഠിച്ചിട്ടില്ലേ? പിന്നെ നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെയും പഠിച്ചിട്ടുണ്ട്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി സെൻട്രിപീറ്റൽ ഫോഴ്സിന് ഈക്വൽ ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എവേ ഫ്രം ദ സെന്റർ ആണ്, ഡയറക്ഷൻ. അറിയാമല്ലോ? അപ്പോൾ ഇത്ര കാര്യങ്ങളായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മള് മോഷൻ ഇൻ 2 ഡയമെൻഷനിൽ പഠിക്കുന്നത് അല്ലേ? ആണോ കുട്ടികളെ? യെസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു റെഫറൻസ് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. കാണുന്നില്ലേ മുഴുവൻ മൈൻഡ് മാപ്പ്? അതിന്റെ ഇടയിൽ എന്റെ സ്ക്രീനിന്റെ മുഖം ഒരു ഡിസ്റ്റർബൻസ് ആയി വരുന്നുണ്ടോ അതില്? ഇല്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടേക്കൺ എ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ്. ഞാൻ നിങ്ങളോട് എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു തന്ന മൈൻഡ് മാപ്പും ഞാൻ തന്ന നോട്ടിനെയും മാത്രം പഠിക്കാനാണോ ഞാൻ പറയാറ്? അല്ല, ഇതൊരു റെഫറൻസ് ആണ്. നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്മാർട്ട് ആയിട്ട് ഫോർമുലാസിനെ മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞു തരികയാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കിയ മൈൻഡ് മാപ്പ് ആണോ ഞാൻ ഉണ്ടാക്കിയ മൈൻഡ് മാപ്പ് ആണോ? അപ്പോൾ അതില് ഇന്റെ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ അറേഞ്ച് ചെയ്തത് അല്ലേ? ആണോ? നിങ്ങൾ ഇതിനെ റെഫറൻസ് ആക്കി വെച്ചിട്ട് നിങ്ങൾ ഇതിൽ കുറെ കൂടി ബ്രാഞ്ചുകൾ ഉൾപ്പെടുത്തിയിട്ട് പ്രോബ്ലംസിനൊക്കെ റിലേറ്റ് ആയിട്ടുള്ള കുറെ കൂടി ഫോർമുലാസിനൊക്കെ അതിൽ കൊള്ളിക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇത് ഭാവിയിൽ ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഇത് ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യുകയാണെ നല്ലത്. അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചെയ്യാമായിരുന്നു കുറെ കഴിഞ്ഞ് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ലേ. അപ്പോൾ ഇതില് എന്റെ സോൾ എയിം നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിച്ച് തരലാണോ? അല്ല. അതിന്റെ ലക്ഷ്യത്തിൽപ്പെട്ടതാണോ? അല്ല. നിങ്ങൾക്ക് എൻട്രൻസ് മേടിച്ചു തരലാണോ? അതും എന്റെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല. നിങ്ങളെ ഫിസിക്സ് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സാധനം. അതിന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതേപോലെ ഈ മാപ്പിലുള്ള എല്ലാ ഫോർമുലാസും നിങ്ങളുടെ മൈൻഡിൽ വരികയാണെങ്കിലാണ് നിങ്ങൾക്ക് തുടർന്നുള്ള കാര്യങ്ങളെ മനസ്സിലായി വരിക അല്ലേ? ആണോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഞങ്ങളുടെ ഈ പറയുന്ന രീതിയിലെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങളെ ഒക്കെ ഉൾക്കൊണ്ട് പഠിച്ച് മുന്നോട്ട് നീങ്ങിക്കോളൂ. അൾട്ടിമേറ്റ് ആയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടും. അതായത് നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവണം, നോട്ട്സ് നിങ്ങൾ റെഗുലർ ആയിട്ട് എഴുതി പോകണം. അതേപോലെ ഞങ്ങൾ പറയുന്ന ക്ലാസ്സിന് നിങ്ങൾ സത്യസന്ധമായ രീതിയിൽ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അവസാനം നമ്മളിപ്പോ ഓരോ ചാപ്റ്ററിന്റെയും ഇത് വരണ്ട് ഇങ്ങനെ ഒരു മൈൻഡ് മാപ്പ് റിവിഷനോട് കൂടിയല്ലേ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, ആണോ? നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, നിങ്ങൾ സത്യസന്ധമായിട്ടാണ് പങ്കെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്.
അപ്പൊ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ഓവർവ്യൂ ആയിട്ടുള്ള സാധനങ്ങൾ, ഇതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോയത് എന്നുള്ള ഒരു കാര്യം കൂടി പിടുത്തം കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ മോഷൻ ഇൻ 2 ഡയമെൻഷനിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ അല്ലേ? കാര്യങ്ങളുടെയൊക്കെ നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ കുറെ ആളുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ടത്തരം, അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല, കുറെ കഴിഞ്ഞാൽ മനസ്സിലാവും. എന്ത്? നിങ്ങൾ വിചാരിക്കും ഒരു ക്ലാസ് ഇവിടെ മിസ്സായിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വീഡിയോ കിട്ടുമല്ലോ, പിന്നെ വിചാരിക്കും എന്നാ പിന്നെ അത് പിന്നെ അവിടെ ഉണ്ടല്ലോ, അതിനോണ്ട് പിന്നെ നോട്ട് എഴുതണ്ട, പിന്നെ എഴുതാം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊക്കെ പോയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു കാര്യങ്ങളുടെ ഒരു റെമഡിയൽ മെഷേഴ്സ്, ഇതേപോലത്തെ കാര്യങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളുടെ ഭാഗങ്ങൾ നിങ്ങൾ വ്യക്തമായി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ കണ്ട് അതിന്റെ നോട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി അവസാനം അതിന്റെ ഒരു മൈൻഡ് മാപ്പും പ്രിപ്പയർ ചെയ്ത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിക്കോളും. വെറുതെ ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട്, അത് കേട്ട് അതേപോലെ തന്നെ ഇറങ്ങിപ്പോകും. ഇത് ഒരു സത്യാവസ്ഥയാണ്. നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡഡ് വീഡിയോ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. റെക്കോർഡഡ് വീഡിയോ ഞാൻ എടുക്കുന്ന ക്ലാസ്സോ അല്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അത് എത്രത്തോളം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിനെ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. സത്യാവസ്ഥ മനസ്സിലാക്കിക്കോളൂ. ക്ലിയർ അല്ലേ കുട്ടികളെ? പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ ഞാൻ പഠിച്ച ഒരു പാഠം എന്താ പറഞ്ഞാല്, നമ്മൾക്ക് ഇതില് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കാൾ കൂടുതൽ തവണ +1 +2 ഫിസിക്സിനെ പഠിച്ചും പഠിപ്പിച്ചിട്ടുമുള്ള ആളുകളാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഇതിന്റെ ഒരു പാറ്റേൺ ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് കാര്യങ്ങൾ നല്ലവണ്ണം നല്ല റോക്ക് സോളിഡ് ആയിട്ടുള്ള ബേസ് ഉണ്ടായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതൊക്കെ പഠിച്ചു വെക്കണം. എന്നിട്ട് അതിന്റെ മേലോട്ടേക്കുള്ള കാര്യങ്ങളും ചിന്തിച്ചിട്ട് നോട്ട്സിലും പ്രോബ്ലം ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഈ വീഡിയോ ഇപ്പോൾ അവസാനിക്കും. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്കിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇടാം. ക്ലിയർ? Okay, so see you after 5 minutes.